കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളെ സംബന്ധിച്ച് രക്തസാക്ഷികൾ എന്നും അവർക്ക് ആവേശമാണ്. അവരുടെ വീറും വാശിയും വർദ്ധിപ്പിക്കുന്നതിൽ രക്തസാക്ഷികൾ വഹിക്കുന്ന പങ്ക്, അല്ലെങ്കിൽ രക്തസാക്ഷി ദിനാചരണങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. എന്നാൽ ഇന്ന് ഈ രക്തസാക്ഷിത്വം CPM-നെ വലിയ രീതിയിൽ കുടുക്കിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം, പയ്യന്നൂരിൽ ഒരു ധനരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദം നമുക്കറിയാം. അവിടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കുഞ്ഞുകൃഷ്ണൻ ആ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചതിനെക്കുറിച്ച്, അതും ഒരു MLA-യുടെ നേതൃത്വത്തിൽ വെട്ടിച്ചു എന്നാരോപിച്ച് രംഗത്ത് വന്നതോടുകൂടി CPM പുലിവാല് പിടിച്ചു. ഒടുവിൽ നിവർത്തികെട്ട് കുഞ്ഞുകൃഷ്ണനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രാഥമിക അംഗത്വത്തിൽ നിന്നുമൊക്കെ പുറത്താക്കിയിരിക്കുകയാണ് പാർട്ടി. എന്നാൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം അത് ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. അവർ കുഞ്ഞുകൃഷ്ണൻ പറയുന്നതാണ് ശരി, ഈ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് പാർട്ടിയിലെ ചില നേതാക്കൾ ചേർന്ന് പങ്കിട്ടെടുക്കുകയായിരുന്നു, അത് വെട്ടിക്കുകയായിരുന്നു എന്ന ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു ആരോപണവും കുഞ്ഞുകൃഷ്ണൻ്റെ പുറത്താക്കലും ഒക്കെ. ഒരു വലിയ വിഭാഗം കുഞ്ഞുകൃഷ്ണനൊപ്പം ഉറച്ചു നിൽക്കുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പത്രസമ്മേളനം നടത്തി സ്വയം നാണം കെട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ്. പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനില്ലാതെ രാഗേഷ് വെള്ളം കുടിക്കുന്നത് എല്ലാ ദൃശ്യമാധ്യമങ്ങളും എടുത്തെടുത്ത് കാണിച്ചു. എന്തായാലും ഈ പാർട്ടിയെ സംബന്ധിച്ച് ഇതെല്ലാം പാർട്ടിക്കുള്ളിൽ പറയേണ്ടതാണ്, ഒന്നും പാർട്ടിക്ക് പുറത്ത് പറയരുത്. പാർട്ടിക്ക് പുറത്ത് അവർക്ക് പിരിക്കാം, അതിന് കുഴപ്പമില്ല. പിരിവ് അനസ്യൂതം നടക്കും. പാർട്ടിക്ക് പുറത്തുള്ളവർ, പാർട്ടിക്കകത്തുള്ളവരല്ല, പാർട്ടിക്ക് പുറത്തുള്ളവർ കൈയയച്ച് ധനസഹായം ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സംഭാവന കൊടുത്തുകൊണ്ടിരിക്കണം പാർട്ടിക്ക്. അതിൻ്റെ കണക്ക് മാത്രം ആരും ചോദിക്കരുത്. കണക്ക് ചോദിച്ചാൽ വീട്ടിൽ ഇന്നോവ വരും, മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ വരും. അത് പ്രത്യേകിച്ചും മലബാറിലാണെങ്കിൽ, കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുമൊക്കെ ആണെങ്കിൽ ഉറപ്പാണ് ഇന്നോവയും മറ്റും വീട്ടിൽ ആളെ തേടിയെത്തും. 51 വെട്ടുവെട്ടിയായിരിക്കും അതിന് പാർട്ടി മറുപടി നൽകുക. എന്നാൽ ഇങ്ങ് തെക്കൻ കേരളത്തിൽ ഇതാ നമ്മുടെ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെയൊക്കെ മൂക്കിന് താഴെ ഇതുപോലൊരു ഫണ്ട് വെട്ടിപ്പ് ആരോപണം പുറത്തു വന്നിരിക്കുകയാണ്. 2008 ഏപ്രിൽ 1-ാം തീയതി തിരുവനന്തപുരത്ത് കൈതമുക്കിൽ വെച്ച് കൊല്ലപ്പെട്ട പാർട്ടിയുടെ യുവജന വിഭാഗം പ്രവർത്തകൻ വിഷ്ണുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ഫണ്ടിലാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ വിഷ്ണുവിൻ്റെ ജ്യേഷ്ഠൻ വിനോദാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വിഷ്ണു ഒരു സംഘം മുഖംമൂടിധാരികളാണ് വിഷ്ണുവിനെ കൊലപ്പെടുത്തിയത്. ആ കേസിൽ RSS പ്രവർത്തകരാണ് അറസ്റ്റിലായത്. പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് അവർക്കെതിരെ തെളിവില്ല എന്ന് കണ്ട് അവരെ എല്ലാവരെയും വിട്ടയച്ചു. അന്ന് ഈ വിഷ്ണു കൊല്ലപ്പെട്ട ശേഷം ഏതാണ്ട് 10 ലക്ഷം രൂപ പാർട്ടി പിരിവെടുത്ത് രക്തസാക്ഷി ഫണ്ട് ഉണ്ടാക്കി. അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയനാണ് കൈതമുക്കിൽ നടന്ന വലിയ യോഗത്തിൽ വെച്ച് ഈ ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ കൊല്ലപ്പെട്ട വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് കൈമാറിയത്. വഞ്ചിയൂർ ലോക്കൽ കമ്മിറ്റിയാണ് ആ ചടങ്ങ് സംഘടിപ്പിച്ചത്. അന്ന് ഈ വിഷ്ണുവിൻ്റെ ജ്യേഷ്ഠന്മാരായ വിനോദും വിമലും, ഈ 2 പേരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അന്ന് ആകെ പിരിച്ചത് 10 ലക്ഷം രൂപയാണ് എന്ന് വിനോദ് പറയുന്നു. ആ 10 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ അമ്മയ്ക്ക് കൊടുത്തു. ബാക്കി 5 ലക്ഷം രൂപ പാർട്ടി ഒരു സഹകരണ സംഘത്തിൽ ഒരു അക്കൗണ്ട് തുടങ്ങി അതിൽ നിക്ഷേപിച്ചിരുന്നു. അത് രക്തസാക്ഷി ഫണ്ടാണ് എന്നാണ് വിനോദ് പറയുന്നത്. ഇത് മാധ്യമങ്ങൾക്കെല്ലാം വിനോദ് അഭിമുഖം നൽകി. എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഈ വാർത്ത ചൂടോടെ പ്രചരിപ്പിച്ചു. വിനോദ് പറയുന്നതനുസരിച്ചാണെങ്കിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന, പിന്നീട് ഏരിയ കമ്മിറ്റി അംഗവുമൊക്കെയായ രവീന്ദ്രൻ എന്ന വ്യക്തി ഈ ഫണ്ട് വെട്ടിച്ചു എന്നാണ് വിനോദ് പറയുന്നത്. വിനോദിൻ്റെ ആരോപണം ചെറുതല്ല. വിനോദ് പറയുന്നത് ഈ രവീന്ദ്രനെ ഈ ആരോപണം നേരത്തെ ഉയർന്നപ്പോൾ തന്നെ, പരാതിയായി പാർട്ടിക്കുള്ളിൽ പറഞ്ഞപ്പോൾ തന്നെ രവീന്ദ്രനെ
ഏരിയ കമ്മിറ്റി മെമ്പർ എന്ന സ്ഥാനത്ത് നിന്നും പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്നും തരം താഴ്ത്തി ശിക്ഷിച്ചു. ഒരു സാധാരണ അംഗമായി തുടരുകയാണ് രവീന്ദ്രൻ. ആ രവീന്ദ്രനെയാണ് ഇപ്പോൾ പാർട്ടി ഇടപെട്ട് CITUവിൻ്റെ ജില്ലാ സെക്രട്ടറിയാക്കാൻ നീക്കം നടത്തുന്നത്. ആ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് മറ്റാരുമല്ല, മന്ത്രി ശിവൻകുട്ടിയാണെന്നും വിനോദ് ആരോപിക്കുന്നു. ഇതാണ് ഇവിടുത്തെ തിരുവനന്തപുരത്ത് ഇന്നുണ്ടായ വിഷയം. ഇതാണ് ഇന്ന് പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങ് കണ്ണൂരിൽ മാത്രമല്ല, തിരുവനന്തപുരത്തും ഇതുപോലെ രക്തസാക്ഷി ഫണ്ട് നേതാക്കൾ വെട്ടിച്ചിരിക്കുന്നു. അങ്ങനെ വെട്ടിക്കുന്ന നേതാക്കളെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സംരക്ഷിക്കുന്നു എന്നാണ് ആക്ഷേപവും ആരോപണവും. ഇതിനെ ചൊല്ലി മറ്റു ചില കാര്യങ്ങളും കൂടി പുറത്തു വരുന്നുണ്ട്. ഈ സംസ്ഥാന കായിക വകുപ്പിൽ നിരവധി താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ സ്ഥിരപ്പെടുത്താൻ യോഗ്യതയുള്ള പലരെയും പാർട്ടി സ്ഥിരപ്പെടുത്താതെ ഒഴിവാക്കിയിട്ടുമുണ്ട് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഇതോടൊപ്പം വിനോദ് പറയുന്നതനുസരിച്ചാണെങ്കിൽ കായിക വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരനാണ് തന്നെ അവിടെ സ്ഥിരപ്പെടുത്തേണ്ടതാണ്, തനിക്ക് അതിനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്, പക്ഷേ അത് സ്ഥിരപ്പെടുത്തുന്നില്ല എന്നുള്ള പരാതിയും ഇവിടെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ കുടം തുറന്നുവിട്ട ആ ഭൂതം ഇങ്ങ് തലസ്ഥാനത്ത് തിരുവനന്തപുരത്തും വലിയ രീതിയിൽ പാർട്ടിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരുവനന്തപുരത്തും കണ്ണൂരിലെ പയ്യന്നൂരിലും മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് പാർട്ടിക്കാർ അടക്കം പറയുന്നു. ഈ അടക്കം പറച്ചിൽ നാളെ പുറത്തേക്ക് വരും. അത് വലിയ വിവാദമാകും എന്ന് പാർട്ടിക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി ഈ വിവാദത്തെ ഒതുക്കാനുള്ള ശ്രമങ്ങളും പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. എന്തായാലും വിഷ്ണുവിൻ്റെ രക്തസാക്ഷിത്വത്തെ, വിഷ്ണുവിൻ്റെ നേതാവ് കൂടിയായിരുന്നു മന്ത്രി ശിവൻകുട്ടി. അന്ന് ശിവൻകുട്ടി നേമത്തു നിന്നുള്ള MLA ആയിരുന്നു ശിവൻകുട്ടി. ആ ശിവൻകുട്ടിയാണ് ഈ ഫണ്ട് വെട്ടിച്ച രവീന്ദ്രനെ സംരക്ഷിക്കുന്നത് എന്ന ആക്ഷേപമാണ് ഇവിടെ വിഷ്ണുവിൻ്റെ ബന്ധുക്കൾ ഉയർത്തുന്നത്. അതൊരു വലിയ വൈരുദ്ധ്യമായി നമുക്ക് തോന്നാമെങ്കിലും പാർട്ടിക്കുള്ളിൽ അങ്ങനെയൊന്നില്ല. അവിടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം മാത്രമേ ഉള്ളൂ. ഇത്തരം വൈരുദ്ധ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. പാർട്ടി പറയും, അത് കേട്ടുകൊള്ളണം അണികൾ. പാർട്ടിയുടെ തിട്ടൂരം അനുസരിക്കുകയാണ് പ്രവർത്തകരുടെ കടമ. പാർട്ടി ഫണ്ട് വെട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫണ്ട് വെട്ടിച്ചിട്ടില്ല. കുഞ്ഞികൃഷ്ണനാണ് തെറ്റുകാരൻ. ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ സംസാരിച്ച് ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ്. അത് പുറം ലോകത്ത് പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് പാർട്ടിയെ നാറ്റിക്കാനാണ്. അതുകൊണ്ട് അത്തരം ആൾക്കാരെ വച്ച് പൊറുപ്പിക്കാൻ സാധിക്കില്ല. അവരെ പുറത്താക്കും. പാർട്ടി പറഞ്ഞു, പുറത്താക്കി. ഇനി കുഞ്ഞികൃഷ്ണനോടൊപ്പം ആരും സഹകരിക്കരുത് എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അത് തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ വിഷ്ണുവിൻ്റെ ജ്യേഷ്ഠൻ വിനോദിനോടും അത് തന്നെയായിരിക്കും പാർട്ടിയുടെ നിലപാട്. ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? അത് ചർച്ച ചെയ്യാതെ എന്തിനാണത് പുറത്തു പറയുന്നത്? പുറത്ത് പൊതുജന മധ്യത്തിൽ ഇതൊക്കെ പറഞ്ഞ് പാർട്ടിയെ നാറ്റിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയുള്ളവർ പാർട്ടിക്കുള്ളിൽ തുടരേണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു പുറത്താക്കൽ പ്രതീക്ഷിക്കാം. എന്തും നേരിടാൻ താൻ തയ്യാറാണ് എന്നാണ് വിനോദ് അഭിമുഖത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും കണ്ണൂരിൽ പയ്യന്നൂരിൽ ഒരു MLA ആണ് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായതെങ്കിൽ തിരുവനന്തപുരത്ത് രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ച ഒരു നേതാവിനെ സംരക്ഷിക്കുന്നത് മന്ത്രിയാണ്, MLAയ്ക്ക് മുകളിലുള്ള ഒരാൾ. ഇതാണ് വ്യത്യാസം. കണ്ണൂരിൽ MLA ആണെങ്കിൽ തിരുവനന്തപുരത്തെത്തിയപ്പോൾ അത് മന്ത്രിയായി. എന്തായാലും CPM പിടിച്ചിരിക്കുന്ന പുലിവാല് ചെറുതല്ല. വലിയ രീതിയിൽ ഇത്തരം രഹസ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തു വരാനുണ്ട്. അത് ഒന്നൊന്നായി ക്രമേണ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.